ഹായ്! ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അനിയത്തി പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ നോക്കാൻ പോയാലോ ഷോപ്പിലേക്ക്. ബിക്കോസ് ഒരു ഓഫർ ഉണ്ടെന്ന് ഷാലുവിന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ആ ഒരു ഷോപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മലയാളികൾ അങ്ങനെയാണല്ലോ. ഓഫർ എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഓടിയെത്താണല്ലോ. അങ്ങനെ ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഇത് ഈ കാണുന്നതാണ് സുന്ദരൻ നായ. ഇത് ഞങ്ങളുടെ നാട്ടിലല്ലാത്ത വേറെ ആരെങ്കിലും കണ്ടാൽ ഇത് ഓടിക്കും. നല്ല ബുദ്ധിയുള്ള നായയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് ബസ്സൊക്കെ കയറി. എനിക്ക് സീറ്റ് കിട്ടി ഗായ്സ്. ഞാൻ അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു. ഞങ്ങൾ അങ്ങനെ കുമ്പളയിലെത്തി. കുമ്പളയിലുള്ള ഒരു ഷോപ്പിലാണ് ഈ ഒരു ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വന്നത്. പക്ഷേ എനിക്ക് അവിടെ പോയിട്ട് വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു ഓഫർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഉള്ള ഡ്രസ്സ് അത്ര വലിയ നല്ലതും ഉണ്ടായിരുന്നില്ല. എന്നാലും വന്നതല്ലേ, അവിടെ നിന്ന് ഇവിടേക്കാ ഈ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം വന്നതാണ് ഗൈസ്. അപ്പൊ എന്തെങ്കിലും എടുക്കണ്ടേ. അങ്ങനെ ഞാനും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ എൻ്റെ അനിയത്തി എൻ്റെ ഒരു കസിനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഡ്രസ്സൊക്കെ നോക്കി. എന്തായാലും വന്നത് കൊണ്ട് ഒരു ഡെയിലി വെയർ ഡ്രസ്സൊക്കെ എടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനത്തെ ഡ്രസ്സൊക്കെ 200 രൂപക്കൊക്കെ ഉണ്ടായിരുന്നു ടോപ്പ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒരു 4-5 ടോപ്പൊക്കെ എടുത്തു. പിന്നെ ഷോൾ ഐറ്റംസ് ഉണ്ടായിരുന്നു. 100 റുപ്പീസൊക്കെ ഷോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഷോളൊക്കെ എടുത്തു. ഞാൻ ഷോൾ കുറേ എണ്ണം എടുത്തു. നമുക്ക് ഇപ്പോൾ പർദ്ദക്കൊക്കെ ഇടാം, അല്ലെങ്കിൽ മറ്റു ഡ്രസ്സിനൊക്കെ നമുക്ക് ഇടാലോ. അങ്ങനെ ഞാൻ ഷോളൊക്കെ എൻ്റെ ഇല്ലാത്ത കളേഴ്സൊക്കെ നോക്കിയിട്ട് ഷോളൊക്കെ അല്പം എടുത്തു. പിന്നെ ഞാൻ മഞ്ഞയ്ക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് മഞ്ഞ എന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എത്ര ഡ്രസ്സ് ഉണ്ടായാലും എത്ര ഷോൾ ഉണ്ടായാലും മഞ്ഞ എവിടെ കണ്ടോ ഞാൻ അപ്പം എടുക്കും. അതാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ ഞാനൊരു മഞ്ഞ ഷോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം അനിയത്തി പറയുന്നുണ്ട് ഉണ്ട് അതെടുക്കണ്ട. പക്ഷെ ഞാൻ അതും എടുത്തു. ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് കുറച്ചൊരു പ്രിന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അസൈൻമെന്റ് പേർപ്പസിന് വേണ്ടി പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പ്രിന്റ് ഒക്കെ എടുത്തു. പ്രിന്റ് എടുത്തതിന് ശേഷം ഞങ്ങളൊരു കഫേയിൽ കയറി. കുമ്പളയിൽ തന്നെയുള്ള ഒരു കഫേയിലൊക്കെ കയറി. മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കി. മെനു കാർഡ് നോക്കുമ്പോൾ വിചാരിക്കണം ഇപ്പം എല്ലാം ഓർഡർ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് മൊഹിറ്റോ, അതേപോലെ തന്നെ ഷേക്സ്, അങ്ങനത്തെ ടൈപ്പൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കുടിച്ചു. എൻ്റെ അനിയത്തിയായിട്ട് ഒരു നല്ല ഈമാനുള്ളൊരു കുട്ടി. അതാ കെട്ടണ കണ്ടിലേക്ക് ഒരു കെട്ട്, എവിടെയും ഊരിപ്പോവാതിരിക്കാനുള്ളൊരു കെട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ബസ് വരാനുള്ളൊരു കാത്തിരിപ്പാണ് ഗൈസ്. ബസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഡയറക്റ്റ് ബസ്സാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. ഇപ്പോഴും എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സീറ്റാണ് പ്രധാനം. ബസ്സിൽ പോകുമ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു രസമില്ല. അങ്ങനെ ഞാൻ സീറ്റിലൊക്കെ ഇരുന്നു. പിന്നെ അങ്ങനെ കാടും മലയും കേറി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. എന്നാൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.